ഒന്നാം വിളയിറക്കേണ്ട സമയത്തും ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ നെൽവിത്ത് കൃഷിഭവനുകളിൽ കിട്ടാനില്ല. വിത്തു വികസന അതോറിറ്റിയുടെ എരുത്തേമ്പതിയിലെ സംസ്കരണ പ്ലാന്റിൽ ജില്ലയിലെ വിത്തു കർഷകരിൽ നിന്ന് കഴിഞ്ഞ ഒന്നാം വിളയ്ക്ക് സംഭരിച്ച വിത്താണ് സംസ്കരിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്. 40 ദിവസത്തിനുള്ളിൽ കർഷകരിൽ നിന്ന് സംസ്കരിച്ച് ചണച്ചാക്കുകളിലാക്കുന്ന വിത്തിനു മാത്രമേ ഗുണമേന്മ ലഭ്യമാകൂ. ചണച്ചാക്ക് ലഭ്യമല്ലാത്തതും ജീവനക്കാരുടെ ലഭ്യതക്കുറവുമാണത്രേ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കൃഷിഭവനുകളിൽ നിന്ന് ആവശ്യത്തിന് വിത്ത് ലഭിക്കാതെ വന്നതോടെ പലരും സ്വകാര്യ ഏജൻസികളിൽ ഉയർന്ന വില കൊടുത്ത് വിത്ത് വാങ്ങിയാണ് കൃഷിയിറക്കുന്നത്. 1 കിലോ വിത്തിന് 40 മുതൽ 45 രൂപ വരെയാണ് സ്വകാര്യ ഏജൻസികൾ ഈടാക്കുന്നത്. ഇവയിൽ ചിലത് ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്നതാണെന്നും ആക്ഷേപമുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന വിത്തിന്റെ 90% പാലക്കാട്ടു നിന്നായിട്ടും ജില്ലയിൽ ഇതിനാവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ തീരെയില്ല. ആകെയുള്ളത് എരുത്തേമ്പതിയിലെ സംസ്കരണ കേന്ദ്രവും ഗോഡൌണും മാത്രമാണ്. ഇവിടെയുണ്ടാക്കിയ വിത്തിന്റെ ഗുണമേന്മ പരിശോധന ആലപ്പുഴയിലെ ലാബിലാണ്. ഗുണമേന്മ പരിശോധന കഴിഞ്ഞ വിത്തിന്റെ ടാഗിംഗ് നടക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ്. ഇതെല്ലാം പൂർത്തിയാക്കാൻ 2 മാസത്തോളം സമയമെടുക്കും. ജില്ലയിലെ പല കൃഷിഭവനിലും ആവശ്യത്തിന് വിത്ത് കിട്ടാനില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. തത്തമംഗലം കൃഷിഭവനിൽ വിത്ത് 75 കിലോ ഒരു ഹെക്ടറിന് 75 കിലോ വെച്ചിട്ട് ലഭിച്ചിട്ടുണ്ട്. വലിയ ക്വാളിറ്റിയൊന്നുമില്ല. അത് നാഷണൽ സീഡ് അതോറിറ്റിയുടെ വിത്താണ്. അതിന് വില വന്നിട്ട് 45 രൂപ. സബ്സിഡിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് 25 രൂപ സബ്സിഡിയോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാഠശാലത്തിൻ്റെ അടുത്തുള്ള സമിതികളിലൊന്നും വിത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നെല്ലും എടുത്തിട്ടില്ല. ഈ സെക്കൻഡ് ക്രോപ്പ് കൊയ്ത നെല്ലും കൊണ്ടുപോയിട്ടില്ല, വിത്തും കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ മല്ലിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ PRS കിട്ടിയിട്ട് ഞാൻ അതിനെ ഡിസ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ PRS ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല. അവർ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ്, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം കൊയ്ത്ത് കഴിഞ്ഞിട്ട് 2 മാസം 3 മാസമായാലും ആ നെല്ല് എടുക്കുകയോ അതിനുള്ള പൈസ കിട്ടുകയോ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോഴും നെല്ല് കൊണ്ടുപോയിട്ട് PRS കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇത്തിരി പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോകണം. ഈ കൃഷിയും വിശ്വസിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വല്ലാത്ത ദുരിതത്തിലാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്നു അവരെന്ത് നടപടിയെടുക്കുന്ന അറിയില്ല. കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന കർഷകർ അധിക വില നൽകി ഒന്നാം വിള നെൽവിത്ത് വാങ്ങേണ്ട സ്ഥിതി പ്രയാസകരമാണെന്നാണ് കർഷകരുടെ പ്രതികരണം. ഈ കാലാവസ്ഥ വൈദ്യുകൊണ്ട് വിതയ്ക്കാൻ വൈകി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മപുത്ത് വയ്ക്കുന്നുണ്ട്, 2 പത വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കാലാവസ്ഥ ഓരോ കൃഷിക്കാർക്ക് നെല്ല് വിറ്റ പൈസയും കിട്ടാനും വഴിയില്ല, ഒന്നുമില്ല. അവർ കടവും കളിയോടത്തിനാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. മഴ വൈകി പെയ്തുകൊണ്ടാണ് ഇപ്പോൾ വിതയ്ക്കാൻ വൈകിയത്. കൃഷി ആരംഭിക്കുക പറഞ്ഞപ്പോൾ നമ്മൾ പഴയ കാലത്ത് കാരണന്മാർ മല്ലം മുത്തുണ്ട് കാട്ടത്തിൽ. ആ മല്ലം മുത്ത് തൊട്ട് നമ്മൾ 3 പ്രാവശ്യം വിതയ്ക്കും. വിതച്ചിട്ട് പറഞ്ഞാൽ പിന്നെ അതോടെ പിന്നെ പതപണി കഴിയുന്നത്. എല്ലാവരും 2 പത പതയ്ക്കുന്നുണ്ട്. അതേമാതിരി ഇവിടെ 2 പത എല്ലാവരും കൃഷിക്കാർ പതയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നെല്ലിൻ്റെ വില നമുക്കറിയില്ല. അത് കൃഷിക്കാരെല്ലാവരും അവരെല്ലാം തീരുമാനിക്കുള്ളൂ. നമുക്ക് പണിയെടുത്താൽ കൂലി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര പേർ കണ്ടം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കൂലി തരുന്ന അത് നമ്മൾ മേടിക്കുക തന്നെ. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒരു പരിപാടിയൊന്നുമില്ല നമുക്ക്. ചിലർ പല വിത്തും പതിക്കുന്നുണ്ട്, ജ്യോതി പതിക്കുന്നുണ്ട്, AST പതിക്കുന്നുണ്ട്, പലവരും പല വിത്തും പതിക്കുന്നുണ്ട്. അതൊക്കെ കൃഷിക്കാർക്കിപ്പോൾ നെല്ല് വിറ്റ പൈസയും കിട്ടാനും വഴിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ അവരെ ആകെ കടത്തിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. ഇപ്പോൾ പണിക്കാർക്ക് പണിയെടുത്ത് കൂലി തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. UTV ന്യൂസ്, പാലക്കാട്.